ഏത്തപ്പഴം വെച്ച മധുരപ്പച്ചടി എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഒരു 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് 4-5 ചെറിയ ഉള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും എരിവിന് ആവശ്യമുള്ള പച്ചമുളകും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഒന്ന് മൂത്ത് കിട്ടുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന ഒരു ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ ഏത്തപ്പഴം കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയിട്ട് ഏത്തപ്പഴം വേവാനുള്ള വെള്ളം, ഒരു 1/4 കപ്പോളം വെള്ളം മതി. വെള്ളം ഒഴിച്ച് ശകലം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഏത്തപ്പഴം നന്നായിട്ട് വെന്ത് കുഴഞ്ഞു വരുന്നത് വരെ വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് അരപ്പ് തയ്യാറാക്കാം. 1 കപ്പ് തേങ്ങയിൽ 2 നുള്ളി നല്ല ജീരകം കൂടെ ചേർത്ത് വെള്ളമൊഴിച്ച് നല്ല മഷി പോലെ ഇതുപോലെ അരച്ചെടുക്കുക. ആ സമയത്തിൽ ഏത്തപ്പഴം നന്നായിട്ട് വെന്ത് ഇതുപോലെ ഉടഞ്ഞു വന്നിരിക്കും. അതിലേക്ക് ഏത്തപ്പഴത്തിൻ്റെ മധുരം അനുസരിച്ച് പഞ്ചസാരയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. 2 മുതൽ 5 ടേബിൾ സ്പൂൺ വരെ പഞ്ചസാര ചേർക്കാം. പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞ് നന്നായിട്ട് വിളഞ്ഞു വരുന്ന ആ സമയത്ത് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ പേസ്റ്റും കൂടെ ചേർത്ത് തേങ്ങയുടെ ആ പച്ചമണം മാറുന്നത് വരെ 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. അപ്പം ആ കൂട്ട് ഒന്നും കൂടെ കട്ടിയായി കിട്ടുകയും ചെയ്യും. കാരണം ഇതിലേക്ക് നമ്മളിനി തൈരാണ് ചേർക്കുന്നത്. അപ്പോൾ ഒരുപാട് ലൂസായിട്ട് വരാനും പാടില്ല. അപ്പം ഏകദേശം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് സ്വാദിന് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് ഇതുപോലെ കുറി കിട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് 1 കപ്പ് തൈര് നല്ലപോലെ ഉടച്ച് നമുക്ക് ചേർക്കാം. തൈര് ചേർത്തതിന് ശേഷം ഒന്ന് ചൂടാക്കാനേ പാടുള്ളൂ. 1-2 ചെറിയ തള വരുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്കതിലേക്ക് താളിപ്പും കൂടെ ചേർക്കാം. താളിപ്പിനായിട്ട് വെളിച്ചെണ്ണയിൽ കടുകും ചുമന്ന മുളകും കരിവേപ്പിലയും ആണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ ചെറുതായിട്ടൊന്ന് തള വരുമ്പം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് താളിപ്പ് ചേർക്കാം. അതിലേക്ക് 1 നുള്ള് മുളക് പൊടിയും കൂടെ ചേർത്ത് ഒരു കളറിനാണ്. ചേർത്ത ഉടനെ തന്നെ കൂട്ടിലേക്ക് ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. മുളക് പൊടി ചേർക്കുമ്പം എണ്ണയുടെ ചൂടിൽ അത് മുളക് പൊടി കരിയാൻ പാടില്ല. നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് വിളമ്പാവുന്നതാണ്. സദ്യക്കൊക്കെ വിളമ്പാവുന്ന മധുരപ്പച്ചടി ഏത്തപ്പഴം വെച്ച് ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക. നമ്മൾ സദ്യ വിളമ്പുമ്പം ഈ രീതിയിൽ നമുക്ക് എളുപ്പം തന്നെ ഈ മധുരപ്പച്ചടി തയ്യാറാക്കാം. വിഷുവിനും ഓണത്തിനുമൊക്കെ നമുക്ക് തയ്യാറാക്കി വിളമ്പാവുന്നതാണ്.